ദൈവമേ നീ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ശിക്ഷാവേ നിനക്ക് സ്തുതി. പാപികളായ എൻ്റെ ഇടയാടുക ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കണമേ. നിന്റെ രാജ്യം ഞങ്ങളും ദോഷങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. നമ്മുടെ സ്ത്രീയിൽ നീ വാഴ്ത്തപ്പെട്ടുള്ളത് നിന്റെ ദുരകലമായ പാപികളെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും നിന്നാചാര്യന്മാരും മഹിമേ നിന്ദയവാന്മാരോ മുഖാനെ ലോയൗഹാനെ ലോയ നിന്റെ വിശുദ്ധ മുഖം തിരിപ്പിക്കല്ലേ നിന്നാസന്നാവേദന്മോ ലോയൗഹാനെ ലോയ ലോലം വാദാമനു പതിച്ചുള്ള പാദങ്ങൾ അനവരത്വസിക്കണം കുറിയേലായിസോ ഭക്യമദ്മഹായിൽ മറന്നേടല്ലേ സോജനാഥ Muriore meleinu hodare Stajaria Masigagoda Ionisho Neshari അനുകൂലത്തിന് ദിവസം സൃഷ്ടിയാതെ പുത്രനാക്കിനുള്ള മക്കണമേ കർത്താവേ. എൻ്റെ ആശ്രയത്തെ കുറിച്ച് മരിച്ചു നിങ്ങളുടെ മരിച്ചുപോയവരെ പുണ്യമാക്കണമേ. അബ്രഹാമിനെ ഇസ്ഹാക്കിനെ യാക്കോബിനെ അമ്മയിലവരെ പാർപ്പിക്കണമേ. ശരീരങ്ങളും ആത്മാക്കൾ ശരിയായിട്ട് ഒളിച്ചു പറയുമാറാകണമേ. ആമീൻ. ആകാശത്തെ ആത്മീയമായ ഈ അനുസ്മരണ ശിശു ഈ കാര്യം പ്രതികരിച്ച ഈ ഭവനത്തെയും അതിനുവേണ്ടി ബുദ്ധിമുട്ടി എല്ലാവരെയും നമുക്കെല്ലാവർക്കും പോകാൻ സാഹചര്യത്തോടെ പരിശോധന എല്ലാവരും പോകണം. പുനരുത്ഥാനത്തിൽ നിന്നുടെ സൃഷ്ടിയ നീ പുതാക്കിയിടണമേ. നിന്നിൽ ശരണത്താൽ നിദ്രയിലാഞ്ഞിച്ച് അബ്രഹാമിയും ഇസ്ഹാക്കുടെയും യാക്കോബിനുടെയും അടിവാരണമേ. വരുവോ
നിന്നുടെ ശ്രേഷ്ഠീടണം വരവിനു കനി സഹാബിന്നുടെയും നിന്നുടെ ശരണത്താൽ വരവിനു കാത്തിടും യും യാക്കോബിന്നുടെയും വരുവോൻ പേരും ശരീരാത്മാ പുനരുത്ഥാനത്തിൽ നിന്നിൽ ശരണത്താൽ വിനായി നിന്നെ വരവിനു കാരിൽ കനിയണമേ സഹാകുടയും കാത്തുകൊള്ളണമേ രക്ഷമായ പുത്ര ജയമനസിലേബായ ഞങ്ങളെ മറച്ചുകൊള്ളണമേ ഞങ്ങൾക്ക് എല്ലാ സമയത്തും ദൈവത്തിനോട് നയിക്ക് ഞങ്ങളെ മറച്ചുകൊള്ളണമേ പിതാവാൻ ദൈവത്തിന്റെ സ്നേഹവും ഏകനാഥനാകുമ്പോൾ കൃപയും പരിശുദ്ധ സമ്പത്തും സഹവാസം എല്ലാവരുടെ മേലും പ്രത്യേക ശ്രേഷ്ഠഭാവത്തിന് മനസ്സിലെ മധ്യസ്ഥം മൂലം നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളുടെ മേലും നമ്മുടെ സംരംഭങ്ങളോടെയും നമ്മുടെ വാങ്ങിപ്പോയവരുടെ മേലും ഇന്നുമെന്നാളും ഉണ്ടായിരിക്കുകയും ചെയ്യുമാറാകണമേ. നമ്മുടെ ശ്രേഷ്ഠ ബാവയുടെ 40 അനുബന്ധിച്ച് ഇന്നുകൂടി ഒരു അനുസ്മരണ യോഗവും ധീരന്മാരായ കുഞ്ഞുങ്ങൾ ഇവിടെയുള്ള നമ്മുടെ ഗ്രാമത്തിൽ നിവാസികൾ ഉൾപ്പെടെ ഉള്ള സമയത്ത് ഞാൻ ഡയറ്റഞ്ചിലെ മാനേജിംഗ് കമ്മിറ്റി മെമ്പറായിരുന്ന എൻ്റെ അടുക്കല് ഏർപ്പാടിനെ അപ്പുറത്തെ ഒരു കടയിൽ നാരങ്ങാവെള്ളം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ മജിസ്ട്രേറ്റിന്റെ ഒരു മുസ്ലിം മജിസ്ട്രേറ്റിന്റെ കാറിന് എന്താണ് ആലോചന സംഭവിച്ചതെന്നും എന്താണ് അവിടെ വെച്ച് നടന്നതെന്നും ആർക്കൊക്കെ മാർഗമേറ്റതെന്നും ആ വിവരം കൃത്യമായിട്ട് സംഭവിച്ച രീതിയിൽ ആലുവാക്കാരോട് പറഞ്ഞ് ആശംസിക്കുകയാണ്. വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. ദൈവം
ദിവസങ്ങളായിട്ട് ഇവിടെ ഈ പ്രദേശത്ത് ഒരു വെളിച്ചം നമ്മൾ കാണുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, ഈ പ്രദേശത്ത് ഞാൻ സ്നേഹിക്കുകയും ജാതി മുതലെന്ന് നമ്മൾ ജനങ്ങളെ ഒന്നായിട്ട് കാണുകയും അവർക്കൊക്കെ സാധിക്കുകയും എല്ലാവർക്കും എല്ലാ യാത്ര വന്നു. 96 വയസ്സുകൊണ്ട് ശ്രേഷ്ഠഭാവായിട്ട് നമ്മോട് ഇവിടെ വന്നതിന് ശേഷം നമ്മളുമായി ബന്ധപ്പെട്ട അനവധി ഗ്രാമത്തിൽ നടത്തുന്നുണ്ട്. ഞാൻ വിശ്വസിക്കുന്നത് ശ്രേഷ്ഠ ഭാവാത്രികത്തിന്റെ ആ കൃപാവങ്ങൾ ഈ മണ്ണിൽ കഴിക്കുമ്പോൾ ഈ മണ്ണ് വലിയൊരു അതിൻ്റെതായിട്ടുള്ള ഒരു പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ നേരത്തെ പഠിക്കാനായിട്ട് ഞാൻ രാജനോട് പറയാം, മറുപടി പ്രസംഗം രാജൻ പറയണം. മേടിച്ചില്ലേ? അഞ്ചാമത്തെ കൊണ്ടില്ലേ
കഴിഞ്ഞപ്പോഴത്തേക്ക് പള്ളിയകത്ത് പോലീസ് പള്ളി പരിസരത്ത് മൊത്തം ഭയങ്കരമായ ബഹളം ഉണ്ടാക്കിയപ്പം പള്ളി ചാപ്പൽ പള്ളി അടച്ചിരുന്നു. അകത്ത് നമ്മുടെ ആളുകൾ ഒരുപാട് പേര് അകത്തോട്ട് കയറുന്നു പറഞ്ഞു. അന്നത്തെ ക്രിസ്റ്റിയായിരുന്നു നമ്മുടെ ആബൂൺ എന്ന് വിളിക്കുന്ന അദ്ദേഹം പേരനായിരുന്നു ജോയിച്ചാനും ആളുകളുടെ അച്ഛനും നമ്മുടെ പറപ്പള്ള അച്ഛനിക്കായൻ്റെ ജ്യേഷ്ഠൻ അച്ഛൻ്റെ അപ്പനുമൊക്കെ കണ്ടമാന മൃഗീയമായ മർദ്ദനം ആ പള്ളിയുടെ പരിസരത്ത് വെച്ച് വെക്കുന്നത് ഞങ്ങൾ സാക്ഷിയാണ്. DS കൊറോസ് തിരുമേനി അകത്ത് പള്ളിയകത്തുണ്ട്, അനേക വൈദികരുണ്ട്, 23 കന്യാസ്ത്രീകളുണ്ട്, ഒരുപാട് സ്ത്രീജനങ്ങളുണ്ട് പള്ളികൾക്ക്. ഇന്നത്തെ IG ആയിരുന്ന ശ്രീലേഖ മാഡം പുറത്തു നിന്ന് ജനലിൽ കൂടി DS കൊറോസ് തിരുമേനിയോട് സംസാരിക്കും. തിരുമേനി കഥവ് തുറക്കണം, എന്നെ ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. ഇതിനകത്തുള്ള സ്ത്രീജനങ്ങളെ പ്രത്യേകമായിട്ടും സംരക്ഷിക്കണമെന്നുള്ള എൻ്റെ ഉത്തരവാദിത്തപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് കഥവ് തുറക്കണമെന്ന് മലനാട് പള്ളിയിൽ നിന്നും മലനാട് പള്ളിയിലെ കേഫായുടെ ധീരന്മാരായ കുഞ്ഞുങ്ങൾ ഇവിടെയുള്ള നമ്മുടെ ഗ്രാമീണ നിവാസികൾ ഉൾപ്പെടെ ഉള്ള സമയത്ത് ഞാനും അതിൻ്റെ അണിഞ്ഞൊരു പ്രവർത്തനമായിരുന്നു. 2005 മാനേജിംഗ് കമ്മിറ്റി മെമ്പറായിരുന്ന എൻ്റെ അടുക്കൽ കേഫായിലെ വീരന്മാർ വളരെ ശക്തമായിട്ട് മലനാട് പള്ളി ട്രസ്റ്റിമാരോട് ആവശ്യപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ എത്ര ദിവസത്തേക്കുള്ള അവൻ തന്നെ പറഞ്ഞു ഇന്നലെ വൈകിട്ട് ഇന്നലെ ഉച്ചകൊണ്ട് മരുന്ന് വൈകിട്ട് പറഞ്ഞു വേണ്ട അതുകൊണ്ട് മരുന്ന് ഞാൻ മരുന്നും കഞ്ഞിയും കാപ്പി എല്ലാം എന്നോട് പറഞ്ഞിരിക്കുന്നത് ഇനി ഒരു ജോലിയും ചെയ്യാൻ പോകുന്ന 70 വയസ്സ് വരെ ജോലിയൊക്കെ ചെയ്തിട്ട് ഞാൻ വീട്ടിലുള്ളത് കഴിച്ച് വീട്ടിൽ തന്നെ ഇങ്ങനെ ദൈവത്തോടെ പ്രാർത്ഥിച്ച് ശരിയാണ് നമുക്ക് പ്രാർത്ഥിക്കാൻ രാവിലെ സമയം ദൈവത്തിൻ്റെ സ്നേഹവും കൃപയും പരിശുദ്ധ സമ്പത്തും സഹവാസവും നമ്മളെല്ലാവരുടെയും പ്രത്യേക ശ്രേഷ്ഠഭാവത്തിന് മനസ്സിലെ വർദ്ധിക്കുന്നതും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ സംരംഭത്തോടുകൂടി നമ്മുടെ വാങ്ങിപ്പോകുന്നതും ഇന്നുമെങ്ങാനും ഉണ്ടായിരിക്കുകയും ചെയ്യുമാറാകണമേ. ഇതിനെല്ലാം സംബന്ധിച്ച് ഇവിടെ ഒരു വെളിച്ചവും ഇതൊക്കെ പ്രകാശിക്കുകയും ഒക്കെ ചെയ്യണമെന്ന് അച്ഛൻ്റെ ഒരു ആഗ്രഹമുണ്ട്. ഞങ്ങൾക്കും എല്ലാം ആഗ്രഹമുണ്ട്. അതിനെല്ലാം ദൈവം തമ്പുരാൻ ആദ്യം സംഗതി വരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഇവിടെ വന്നു ചേർന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടും എൻ്റെ വാക്കുകൾ സംബന്ധിച്ചു എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടെ, കുർബാനയിലെ അസായിപ്പിലാശയം ഞാൻ എഴുന്നേറ്റ് വരുമ്പോൾ ഉണ്ടാകട്ടെ നല്ല ഓർമ്മ എന്ന് എഴുതി വരുമ്പോൾ നിങ്ങളുടെ അച്ഛൻ മാത്രമാണ് ഉണ്ടാകട്ടെ നല്ല അച്ഛനുള്ളപ്പോഴേ ഗായസനം പാടുള്ളൂ. അത് പാടുന്ന അറിയാം. ഇവിടെ ഈ മലകടി സഭയിലല്ല രാജ്യത്തിന്റെ നാനാഭാഗത്തും ദേശഭാവം അറിയാൻ മേലാത്ത ഒരാരും ഉണ്ടെന്ന് തിരുമേനി സഭ അതിനെ ബാബയെ കുറിച്ച് എന്താണ് പറഞ്ഞു കഴിഞ്ഞിരിക്കും. മലങ്കര സഭയിലെ നമ്മുടെ ശ്രേഷ്ഠ ബാബയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഒരു ദാരിദ്ര്യ കുടുംബത്തിൽ ജനിച്ച് ദാരിദ്ര്യം അനുഭവിച്ച് ജീവിച്ച് 4ാം ക്ലാസ് വരെ പഠിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ വിദ്യാഭ്യാസം കൊണ്ട് മലങ്കര സഭയിലെ മംഗലാട് പള്ളിയിൽ ബാബ എഴുന്നള്ളിയപ്പോൾ ബാബയുടെ മേശ ഇരിക്കുന്നുണ്ട് നമ്മുടെ പള്ളിക്കാര്യത്തിന് വേണ്ടിയാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചപ്പോൾ ബാബയുടെ എല്ലാം എന്നോട് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ദൈവത്തോടെ പ്രാർത്ഥിച്ച് ശരിയാണ് എന്നൊക്കെ പ്രാർത്ഥിക്കാൻ രാവിലെ സമയത്ത് പ്രത്യേകിച്ചും നമ്മുടെ ശ്രേഷ്ഠ ബാബാതിരുമേനിയുടെ കരുതലിനെ കുറിച്ച് പിതാവിനും രണ്ടാമത് ശേഷം 4 തവണ
പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടം നല്ല